വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ യൂട്യൂബിൽ നമ്മൾ യൂട്യൂബ് ടിപ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് ഷോർട്സ് വീഡിയോ എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. നമ്മളിതിന് മുൻപ് ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുന്നുണ്ട്. അതായത് ഓരോ ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴും ഷോർട്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ഓരോ ഓപ്ഷൻസും വിടാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ കുറേ പേരുടെ ഡൗട്ടാണ് യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തംബ്നെയിൽ എങ്ങനെയാണ് കൊടുക്കുക, ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുക, ഹാഷ്ടാഗ്, കീവേഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഷോർട്സ് വീഡിയോസിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസും കിട്ടില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണോ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അധികം ഞാൻ വർത്താനം പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ യൂട്യൂബ് ടിപ്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ യൂട്യൂബ് ടിപ്സ് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാനായിട്ടൊരു മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് യൂട്യൂബിൽ കറക്റ്റായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, യൂട്യൂബിൽ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ യൂട്യൂബിൻ്റെ ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് നമുക്ക് നടുവിലായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും. ആ ഒരു പ്ലസ് ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് കണ്ടില്ലേ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ലോങ് വീഡിയോ ആണോ, ഷോർട്സ് ആണോ, ലൈവ് ആണോ, പോസ്റ്റ് ആണോ, ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഷോർട്സ് എന്നായൊരു ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ കുറച്ച് പേര് കമൻസിൽ ചോദിക്കാറുണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ലോങ് വീഡിയോ ആയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടായിരിക്കാം നമ്മൾ ഷോർട്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോയുടെ ഫോർമാറ്റിലായിരിക്കാം പോകുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ താഴെയായിട്ട് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷോർട്സ് ആണോ നമുക്ക് വേണ്ടത് അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ ഇടാൻ പോകുന്ന ഷോർട്സ് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനത് എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഷോർട്സ് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഈ മാജിക് സ്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ, ഇതിന് 1 മില്യൺ വ്യൂ അടിച്ചത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതുപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് കമന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് നമുക്ക് ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു വീഡിയോ പ്രോസസ്സിങ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അത് കുറച്ച് ടൈം എടുക്കും. അത് പ്രോസസ്സിങ് ആയി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ ഷോർട്സ് ഇവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫിൽറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഫിൽറ്റർ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഷോർട്സിൽ ഞാൻ ഓൾറെഡി വോയിസ് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മ്യൂസിക് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് ആഡ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആഡ് സൗണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പക്ഷേ ഈ
ഒരു ഷോർട്സ് 1 മിനിറ്റിൽ കൂടുതലുള്ളത് കാരണം ഈ ഷോർട്സിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മുടെ ഷോർട്സിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്സിൽ മാത്രമേ മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ആഡ് സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മ്യൂസിക്കിൽ കോപ്പിറൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഷോർട്സിൽ നമുക്ക് എന്തായാലും മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീഡിയോ പ്രോസസ്സിങ് ആവാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വീഡിയോ പ്രോസസ്സിങ് ആയി കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തംബ്നെയിൽ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തംബ്നെയിൽ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സിൻ്റെ മുകളിലായിട്ട് ഒരു പെൻ ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു പെൻ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സിന് നമുക്ക് തംബ്നെയിൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ താഴെ കണ്ടില്ലേ, ഇതുപോലെ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് തംബ്നെയിൽ വേണ്ടത് ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ടിക്ക് കൊടുക്കാം കേട്ടോ. മുകളിലുള്ള ആ ഒരു ടിക്ക് ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ തംബ്നെയിലായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. സൈഡിലായിട്ട് DIY മാജിക് സ്ലേറ്റ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടെക്സ്റ്റിനെ പല രീതിയിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ബോർഡർ കൊടുക്കണമെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്ററൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെയും തംബ്നെയിലിൽ നമുക്ക് ഫിൽറ്റർ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളുടെ തംബ്നെയിലിൽ മാത്രം വരുള്ളൂ, വീഡിയോയുടെ മുകളിൽ ഇത് വരില്ല. അപ്പോൾ നമ്മൾ തംബ്നെയിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിലുള്ള ഈ ഒരു ടിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, തംബ്നെയിൽ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തംബ്നെയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തംബ്നെയിൽ വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട്, ഈ ഒരു പിങ്ക് കളർ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഷോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ തംബ്നെയിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ DIY മാജിക് സ്ലേറ്റ് എന്നാണ് തംബ്നെയിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. മലയാളത്തിൽ നമ്മളിവിടെ ടെക്സ്റ്റ് ആക്കിയിട്ട് മലയാളത്തിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ എപ്പോൾ കൊടുക്കുമ്പോഴും നമ്മൾ ഷോർട്ടായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിച്ചു നീട്ടി നമ്മൾ ഷോർട്സിൻ്റെ തംബ്നെയിൽ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഡിയൻസിന് ഫുള്ളായിട്ട് വായിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ടൈറ്റിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഷോർട്സിന് ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ വീണ്ടും ഒരു മാജിക് സ്ലേറ്റ് ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുക്കാം, ടൈറ്റിൽ കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ #ഹാഷ് കൊടുക്കുന്ന സമയത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിലിൻ്റെ കൂടെ ഒരു 3 #ഹാഷ് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് #ഹാഷ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ #ഹാഷ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഷോർട്സ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ DIY, പിന്നെ ക്രാഫ്റ്റ്, ഈ 3 #ഹാഷ് ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മളുടെ ചാനലിൻ്റെ പേരും കൂടെ ഞാൻ ജസ്റ്റ് ലാസ്റ്റായിട്ടൊന്ന് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് ഞാൻ എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിൽ കൊടുക്കാറുള്ളത്. ടൈറ്റിലിൽ നമ്മൾ 2 or 3 #ഹാഷ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആയിട്ട് തന്നെ നമ്മൾ വെക്കുക. പബ്ലിക്കായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. കാരണം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ചും കൂടെയും സെറ്റിങ്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കറക്റ്റായിട്ട് നമ്മളുടെ ഓഡിയൻസിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പബ്ലിക്കാക്കിയിട്ട് വെക്കുക, അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക. ഇനി അടുത്ത ഓപ്ഷൻ സെലക്ട് ഓഡിയൻസ് ആണ്. അതിൽ നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. യെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അധികം ആൾക്കാരിലേക്കൊന്നും എത്തില്ല കേട്ടോ. അതിനൊരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. ഇനി ഏജ് റെസ്ട്രിക്ഷൻസിൻ്റെ അവിടെ നോ ഡോണ്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 അത് കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്താണ് നമ്മൾ നമ്മളുടെ ഷോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകളൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഹാഷ്ടാഗ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് വീഡിയോ, ഷോർട്സ്, അതുപോലെ തന്നെ DIY, നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹാഷ്ടാഗുകളാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൻ്റെ പേര് സെർച്ചിൽ വരാനായിട്ട് അതും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കൊടുക്കുന്നത് തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഹാഷ്ടാഗൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി, ഇത്രയാണ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുക്കാറില്ല. ഇവിടെ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് കേട്ടോ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് റിലേറ്റഡ് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ കൊടുക്കാം, അതുപോലെ തന്നെ ഷോർട്സും കൊടുക്കാം. ഇത് നമ്മളുടെ ഷോർട്സ് കാണുന്ന ആൾക്കാർ അടിയിലുള്ള റിലേറ്റഡ് വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലോങ് വീഡിയോ ആണ് ഞാനിവിടെ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ നമുക്ക് ഈ ഒരു വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഞാൻ ആഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി മോണിറ്റൈസേഷൻ ആയവർക്ക് താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. മോണിറ്റൈസ്ഡ് ആവാത്ത ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മോണിറ്റൈസേഷൻ ആയവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാഗ് പ്രൊഡക്ട്സിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റാണോ ടാഗ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ പേര് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷോർട്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് ഇതിൽ ടാഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷോർട്സ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രൊഡക്റ്റ് നമുക്കിതിൽ ടാഗ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെൻസിൻ്റെ ആ ഒരു ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പേസ്റ്റൽ ബ്രഷ് പെൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്ന പേസ്റ്റൽ ബ്രഷ് പെൻസിൻ്റെ ആ ഒരു ലിങ്ക് നമുക്കിവിടെ ടാഗ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഫോട്ടോ, അതായത് നമ്മളുടെ ടാഗ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എവിടെയാണോ വേണ്ടത് അവിടേക്ക് നമുക്ക് ഇതുപോലെ നീക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട്. വീഡിയോയുടെ ഇടയിൽ ഞാനൊരു ആരോ കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആരോ കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് പേസ്റ്റൽ ബ്രഷ് പെൻസ് ആണ് എടുക്കുന്നത്. ഈ ബ്രഷ് പെൻസ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയതിന്റെ ലിങ്ക് വീഡിയോയുടെ മുകളിലായിട്ട് കൊടുക്കാം. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ്. അപ്പോൾ വാങ്ങണമെന്നുള്ളവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി താഴെ ആയിട്ട് പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. ഞാനപ്പോൾ ചെയ്യുന്നില്ല, നോ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ആയിട്ട് കമ്മ്യൂണിറ്റി ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് മോണിറ്റൈസ്ഡ് ആയവർക്കായിരിക്കാം ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ടാവുക. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി താഴെ ആയിട്ട് നമുക്ക് കമൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഷോർട്സിൻ്റെ കമൻസ് കുറേ പേര് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. കമൻറ്റ് ബോക്സ് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായിട്ടാണ് കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ കമൻസ് എങ്ങനെയാണ് ഓൺ ആക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കമൻസിൻ്റെ അവിടെ വരാം, ഈ ഒരു ഓണാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് വരാം. ഇനി ഷോർട്സ് റീമിക്സിങ്ങിൻ്റെ അവിടെ നമ്മളുടെ ഷോർട്സ് വീഡിയോ വേറെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ ഉള്ള പെർമിഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓഡിയോ മാത്രം റിമിക്സ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് വരാം. ഇനി ലാസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ആട്രിബ്യൂട്ട്സ് ആണ്. ഇവിടെ ആൾട്ടേർഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആൾട്ടേർഡ് കണ്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആഡ് ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ കീവേഡ്സ് കൊടുക്കേണ്ടത്. അത് ഞാൻ പിന്നെ കൊടുക്കുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ഷോർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ ഈ ഒരു ഷോർട്സ് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഷോർട്സ് ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കീവേഡ്സ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കീവേഡ്സ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സ് നമ്മൾ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തംബ്നെയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൻ്റെ തംബ്നെയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്.
അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഷോർട്സിൻ്റെ തമ്മിൽ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് ഞാനിവിടെ എടുക്കുകയാണ്. അപ്പോൾ ഷോർട്സിൻ്റെ മുകളിലായിട്ട് ഈ ഒരു 3 ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, തമ്മിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സിൻ്റെ തമ്മിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് അന്ന് തിരുത്തണം എന്നുണ്ടായിരുന്നു. ഞാനന്ന് പറഞ്ഞിരുന്നത് ഷോർട്സിൻ്റെ തമ്മിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സ് ഇതാ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. ഷോർട്സ് അൺലിസ്റ്റഡ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് വരാം. യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് താഴെ ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതിൽ നമ്മൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സും അതുപോലെ തന്നെ ലോങ് വീഡിയോസൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഷോർട്സിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിലായിട്ട് ഒരു പെൻ ഐക്കൺ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ കൂടുതൽ ഹാഷ്ടാഗും കീവേഡ്സൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെയാണ് കേട്ടോ നമ്മൾ എഡിറ്റിംഗ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ഷോർട്സിൻ്റെ തമ്മിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഷോർട്സിൻ്റെ തമ്മിൽ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണം, മാറ്റണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമുക്കിവിടെ ഹാഷ്ടാഗ് കൊടുക്കാം. അതിന് മുൻപ് മുകളിലായിട്ട് ആൾട്ടേർഡ് കണ്ടൻറ്റ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ നേരത്തെ നോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ആയിട്ട് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഷോർട്സ് ഏത് കാറ്റഗറി ആണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റർടൈൻമെൻ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഷോർട്സ് ഏത് കാറ്റഗറി ആണോ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ആഡ് ടാഗ്സിൻ്റെ അവിടെയാണ് നമ്മൾ കീവേഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കീവേഡ്സ് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് ഐഡിയാസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കീവേഡ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഷോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് GPT-യിലോ അതുപോലെ തന്നെ മെറ്റലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിവിടെ നമുക്ക് വന്നിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കീവേഡ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മളുടെ വീഡിയോ ലാഗ് ആവുന്നത് കാരണം ഞാൻ 3 കീവേഡ്സാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി കീവേഡ്സ് ഞാനിതിൽ ആഡ് ചെയ്യും കേട്ടോ. ഇനി ലാസ്റ്റത്തെ ഓപ്ഷനായിട്ട് വരുന്നത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലോ എംബഡിങ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ടിക്കായിട്ടാണ് എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് അൺടിക്ക് ചെയ്യാം. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സ് ആർക്കെങ്കിലും ലിങ്ക് ആയിട്ട് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ലിങ്ക് ഇപ്പോൾ വാട്സപ്പിലാണ് നമ്മൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വെച്ച് തന്നെ അവർക്ക് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിക്ക് നമ്മൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ വന്നിട്ടേ ആ ഒരു വീഡിയോ അവർക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാട്സപ്പിൽ വെച്ച് തന്നെ നമ്മളുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ വ്യൂസ് നമുക്ക് കുറയും. അപ്പോൾ വ്യൂസ് കുറയാതിരിക്കാനാണ് ഇവിടെ എല്ലോ എംബഡിങ് എന്ന് പറയുന്നത് നമ്മൾ അൺടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓപ്ഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, അൺലിസ്റ്റഡ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വന്നിട്ട് താഴെ കണ്ടൻറ്റ് പ്രസ് ചെയ്യുക. നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഷോർട്സ് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് താഴെയുള്ള കണ്ടൻറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഷോർട്സ് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അൺലിസ്റ്റഡ് മാറ്റി നമുക്ക് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പബ്ലിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഷോർട്സ് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മൾ വീഡിയോ വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുള്ളൂ. ഞാൻ ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാനിത് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ.
അപ്പോൾ ഗൈസ് യൂട്യൂബിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഷോർട്സ് ഇതുവരെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തിരുന്നത്, അതിലെന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്സ് നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ മര്യാദക്കല്ല ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് ഒരു 10,000 ലൈക്കൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറയാം. എനിക്ക് അറിയുന്ന ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.